ഈ പാർലമെൻ്ററി രംഗത്ത് അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളില്ലാതെ തന്നെ ജനങ്ങളോട് ചേർന്ന് നിന്നൊരാളാണ്. അപ്പോൾ ഒതുങ്ങുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ജീവനുള്ള കാലം വരെ ഉണ്ടാകുന്ന കാര്യമല്ല. അതിൽ ആരാധന എന്നതിന് മാറ്റിയിട്ട് നമുക്ക് അംഗീകാരം എന്നതാക്കുന്നതായിരിക്കും നന്നാവുക. നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടും. നടപടികൾ ധാരാളം ആളുകൾക്ക് വന്നിട്ടുണ്ട്, ഉയർന്ന നേതാക്കൾ തൊട്ട് താഴെയുള്ള ആളുകൾക്ക് വരെ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മൾ ഏതെങ്കിലും തരത്തിൽ പതറിപ്പോവുക എന്നുള്ളതല്ല, പാർട്ടി ജീവിതമായി കണ്ടിട്ടുള്ള ആൾ എന്നുള്ള രീതിയിൽ അതിനൊക്കെ മറികടന്ന് അവിടെ എത്തും. എപ്പോഴെങ്കിലും ഒരു MLA ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നു? ഈ പഞ്ചായത്ത് ഇടതുപക്ഷം ഈ പ്രാവശ്യം തിരിച്ചു പിടിക്കും, അതിലും തർക്കമില്ല. സൈബർ മീഡിയ എഡ്യൂക്കേഷൻ അക്കാദമിയും ചിത്രാവിഷൻ ചാനലും ചേർന്നുള്ള സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടി എത്തിയിരിക്കുന്നത് വെളിയങ്കോടാണ്. വെളിയങ്കോട് ബ്ലോക്കിൽ മത്സരിക്കുന്നത് CPMൻ്റെ മുതിർന്ന നേതാവായ TM സിദ്ദിഖാണ്. സിദ്ദിഖ് പ്രചരണ പരിപാടിയിലാണ്. സിദ്ദിഖ്, എങ്ങനെയുണ്ട് ആളുകളുമായി കണ്ടപ്പോൾ? ആളുകൾ എൻ്റെ നാടാണല്ലോ, എൻ്റെ നാടിനോട് ചേർന്ന് നിന്നൊരു അനുഭവം എനിക്കിപ്പോൾ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ അനുഭവം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പ്രേരണ നൽകുന്നതാണ്. അത് നന്നായിട്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബ്ലോക്കിലേക്ക് മത്സരം ഏതായാലും മത്സരമാണ്. ഏറ്റുമുട്ടുന്നത് വലതുപക്ഷത്തോടാണ്, വർഗീയതയോടാണ്. അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നന്നായി ആസ്വദിച്ച് തന്നെ നാട്ടുകാരത് ആ പ്രവർത്തനം ഏറ്റെടുത്ത് ചെയ്യുമെന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായുള്ള ഒരു സേവനം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വിന്യസിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ ഞാൻ നടത്തിയിട്ടുള്ള 37 വർഷക്കാലത്തെ 38 വർഷക്കാലത്തെ പ്രവർത്തനം ജനങ്ങൾക്കിടയിലായിരുന്നു. ഒരു തരത്തിലുള്ള അധികാരത്തിൻ്റെ സ്വാധീനവുമില്ലാതെ ജനമനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ അനുഭവത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിദ്ദിഖിനെ എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു MLA സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു. ഇപ്പോൾ ബ്ലോക്കിലേക്ക് മത്സരിക്കുകയാണ്. എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു കാരണം? ഈ ജനപ്രതിനിധി എന്നത് പാർലമെൻറ്റ് മുതൽ പഞ്ചായത്ത് വരെ ജനങ്ങളെ സേവിക്കാനുള്ള ഒരു സാധ്യത ഉയർത്തിക്കൊണ്ടുവരികയാണ്. പൊതുപ്രവർത്തനം എന്നത് ജനങ്ങളെ സേവിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ്. പക്ഷെ അത് പാർലമെൻ്ററി പ്രവർത്തനം മാത്രമല്ല. നമ്മളിപ്പോൾ ഒരു 37 വർഷക്കാലമായി 38 വർഷമായി പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. 95-ലാണ് ഞാൻ ഇവിടെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അന്ന് 24 വയസ്സുള്ളപ്പോൾ വലിയ വലതുപക്ഷ സ്വാധീനമുള്ള വാർഡിനകത്ത് മത്സരിച്ചു ജനങ്ങൾ തിരഞ്ഞെടുത്തു. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ തിരഞ്ഞെടുത്തു. അതിനുശേഷം പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി. പൊതുരംഗത്ത് എവിടെ സേവനം നടത്തണം, ഏത് ഘട്ടത്തിൽ ഉപയോഗിക്കണമെന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുക. ഏത് സാധ്യതയെ ഏത് ഘട്ടത്തിൽ ഉപയോഗിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നു. ആ തീരുമാനം അംഗീകരിക്കുന്നു. അതിൽ പാർലമെൻറ്റെന്നോ പഞ്ചായത്തെന്നോ വ്യത്യാസമില്ല. ബഹുജനത്തെ സേവിക്കാൻ പാർട്ടിക്ക് മുന്നേറാൻ ഉള്ള സാധ്യത തേടിയാണ് പലപ്പോഴും സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നത്. എവിടെയെന്നത് പാർട്ടി തീരുമാനിച്ചു, അത് ശിരസാവഹിച്ചു, അംഗീകരിച്ചു. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റ് വരുന്നതെന്തറിയോ? സിദ്ദിഖിനെ ബ്ലോക്കി, സിദ്ദിഖിൻ്റെ കരിയർ അവസാനിച്ചു, അയാൾ ഒതുക്കി എന്നൊക്കെ തരത്തില്ല. ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കും? ഇതൊന്നും ഇല്ലാതെ തന്നെ ഈ പാർലമെൻ്ററി രംഗത്ത് അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളില്ലാതെ തന്നെ ജനങ്ങളോട് ചേർന്ന് നിന്നൊരാളാണ്. അപ്പോൾ ഒതുങ്ങുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ജീവനുള്ള കാലം വരെ ഉണ്ടാകുന്ന കാര്യമല്ല. കാരണം ഈ ഒരു അധികാരവുമില്ലാതെ എന്നെ ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ അവരോട് ചേർന്ന് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് അധികാരത്തിൻ്റെ ഭാഗമായി ചേർന്ന് നിൽക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. പൊതുപ്രവർത്തനത്തിൽ കുറേ കൂടി സാധ്യത ഉപയോഗപ്പെടുത്താമെന്നതേ ഞാനതിൽ കാണുന്നുള്ളൂ. ഈ സിദ്ദിഖ് എന്ന് പറഞ്ഞപ്പോഴൊരു ജനകീയനായ ഒരു ആൾക്കൂട്ടത്തിൻ്റെ നേതാവ്, ആൾക്കൂട്ടം നിയന്ത്രിക്കുക എന്നല്ല, ആൾക്കൂട്ടം സിദ്ദിഖിയുടെ ഒപ്പുണ്ടാവും. എപ്പോൾ നോക്കിയാലും ചില അപൂർവ നേതാക്കൾക്ക് മാത്രം കൈവരുന്ന ഒരു ഇതാണ് ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഉണ്ടാവുക. ഒരാൾ 10 ആൾ എപ്പോഴും കൂടെ ഉണ്ടാവുക, എപ്പോഴും ആരാധനയോടുകൂടി കാണുക. ഒരു സാധാ നേതാവിനെക്കാട്ടും കൂടുതൽ ഒരു ആരാധനയോടുകൂടി കാണുക. എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇതൊരു വലിയ തലവേദനയായി തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്കെപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നിൽക്കാനാണ് താല്പര്യം. ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ അവരുടെ സന്തോഷവും പ്രയാസവും ഒക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. തിരിച്ചറിഞ്ഞ്
അതിനനുസരിച്ച് അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ള സമീപനമാണ് ചെറുപ്പകാലം തൊട്ടേ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ എൻ്റെ അടുത്ത് എത്തുന്ന ഒരു വിഷയത്തിലും രാഷ്ട്രീയം നോക്കാറില്ല. ഇപ്പോൾ എൻ്റെ നാടിനറിയാം, ഇവിടെ വരുന്ന ഒരാൾക്കൊരു ഘട്ടത്തിൽ വലിയ സംഘർഷാത്മകമായ സാഹചര്യം ഉണ്ടായിരുന്ന നാടിനെ തിരിച്ചു നടത്താൻ ഞാൻ മുൻകൈയെടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ആളുകളും ഈ നാട് ആകെ മുൻകൈയെടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രയാസം തോന്നിയിട്ടില്ല. പ്രതിസന്ധികൾ മനുഷ്യ സഹജമാണല്ലോ, പ്രകൃതി സഹജമാണ്. അതിനെ അതിജീവിക്കുക എന്നുള്ള മനസ്സിനാണ് അന്നും ഇന്നും എന്നും ഉണ്ടാകുക. അതൊരു പ്രയാസമായിട്ടോ ഭാരമായിട്ടോ തോന്നിയിട്ടില്ല. അതിൽ ആരാധന എന്നതിന് മാറ്റിയിട്ട് നമുക്ക് അംഗീകാരം എന്നതാക്കുന്നതായിരിക്കും നന്നാവുക. നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടും. തീർച്ചയായിട്ടും നമ്മൾ എന്താണോ വിതച്ചത് അത് നമുക്ക് കൊയ്തെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതെൻ്റെ നാടിനും നാട്ടുകാർക്കും ജനത്തിനും അറിയാം. സിദ്ദിഖയ്ക്ക് പാർട്ടിയിൽ നിന്നൊരു തിരിച്ചടി നേരിട്ടപ്പോൾ അത് ഒരു ഘട്ടത്തിൽ സിദ്ദിഖ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അങ്ങനെ ഈ ഇത്രയും പ്രതാപത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചോ? പാർട്ടി എന്ന് പറയുന്നത് ഒരു സംഘടനാ ചട്ടക്കൂടിനകത്ത് നിൽക്കുന്ന പാർട്ടിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സ്വാഭാവികമായും സംഭവിക്കാവുന്നത് തൻ കാരണങ്ങൾ കൊണ്ടല്ലാതെ തന്നെ ചില സാഹചര്യങ്ങൾ വന്നു ചേരും. അങ്ങനെ വന്നു ചേരുന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് പാർട്ടിയുടേതായ ഫ്രെയിമിൽ നിന്നുകൊണ്ട് നിലപാട് സ്വീകരിച്ചു പോകേണ്ടി വരും. അങ്ങനെ നിലപാട് സ്വീകരിച്ച സമയത്ത് നടപടികൾ ധാരാളം ആളുകൾക്ക് വന്നിട്ടുണ്ട്. ഉയർന്ന നേതാക്കൾ തൊട്ട് താഴെയുള്ള ആളുകൾക്ക് വരെ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മൾ ഏതെങ്കിലും തരത്തിൽ പതറിപ്പോവുക എന്നുള്ളതല്ല, പാർട്ടി ജീവിതമായി കണ്ടിട്ടുള്ള ആൾ എന്നുള്ള രീതിയിൽ അതിനൊക്കെ മറികടന്ന് അവിടെ എത്തും. ഇനി അവിടെ എത്തിയിട്ടില്ലെങ്കിൽ പോലും എവിടെ എത്തിയാലും നമ്മൾ ഈ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കും. ഞാൻ തന്നെ ഇങ്ങനെ പലപ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിദ്ദിഖ് കാണിച്ച ഒരു മണ്ടത്തരാണ്. കാരണം പല പാർട്ടിയിൽ നിന്ന് ഓഫർ വന്നു, അതൊന്നും സ്വീകരിച്ചില്ല. അയാൾ കൂടിപ്പോയ ഒരു ഏരിയ കമ്മിറ്റി അംഗം, അതിൻ്റെ അപ്പുറത്തേക്ക് അയാൾക്കൊരു ജീവിതമില്ല. അതെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് പെട്ടെന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നു, ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു. അങ്ങനെ വിചാരിച്ചിരുന്നു? അതായത് നമ്മളിപ്പോൾ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ ബിഗ് സീറോയിലെത്തി എന്ന് നോക്കുക. സീറോയിൽ നിന്ന് പിന്നെ തിരിച്ച് എവിടെ എത്തുമെന്നുള്ളത് നമ്മുടെ മനസാന്നിധ്യമാണ്. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കാനുള്ള എല്ലാ സാഹചര്യവും സൃഷ്ടിച്ചൊരു പ്രവർത്തകനാണ് ഞാൻ. കാരണം ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ. അതിനപ്പുറത്തേക്ക് വലതുപക്ഷത്തോടോ വർഗീയതയോടോ സന്ധി ചെയ്തു പോവാൻ എന്നെ സംബന്ധിച്ച് സാധിക്കില്ല. അത് ഒരു കാരണവശാലും സാധിക്കില്ല. അപ്പോൾ ഓഫറുകൾ എന്നത് കമ്മ്യൂണിസ്റ്റുകാരോട് മാത്രം സ്വീകരിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. വലിയൊരു സിദ്ദിഖ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനൊരു തിരിച്ചു വരവ് ഉണ്ടാവും എന്നുള്ളത്. പാർട്ടി ആരായിരുന്നു ശരിക്കും അതിന് പ്രചോദനമായത്? അത്ര ഒരു തിരിച്ചടി നേരിട്ടപ്പോൾ എനിക്ക് ഈ പാർട്ടിയിൽ നിൽക്കാം എന്ന് ഏതെങ്കിലും നേതാക്കൾ അത്ര പ്രചോദനമായിട്ടുണ്ടായിരുന്നു? അതിനകത്ത് പൊതുവിൽ പാർട്ടി പ്രചോദനമായിരുന്നു ഒന്ന്. രണ്ടാമത്തേത് തിരിച്ചെത്തുക എന്നുള്ളത് പാർട്ടി സ്വീകരിക്കുന്ന സമീപനമാണ്. എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ ഒരു സമ്മേളന കാലയളവിൽ തിരിച്ച് എത്തിക്കാൻ പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ്. എനിക്ക് സാധിച്ചതല്ല. എവിടെ നിന്നാണോ പാർട്ടി നടപടി സ്വീകരിച്ച് താഴോട്ട് വെച്ചത് അവിടെ നിന്ന് പാർട്ടിക്ക് തന്നെ സാധിച്ചു. എവിടെ നിന്നാണോ വന്നത് ആ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കാൻ അത് പാർട്ടി തന്നെയാണ് പൊതുവായി ഉണ്ടായത്. കേട്ടിട്ടുണ്ടായിരുന്നു കൊടിയേരി ഇപ്പോൾ ഇല്ലെങ്കിലും കൊടിയേരിയൊക്കെ അന്ന് സിദ്ദിഖയ്ക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് അല്ലേ? അതിനകത്ത് എൻ്റെ അടുത്ത് കൃത്യമായി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്, സമയമെടുത്ത് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്, ചുമതല ഏറ്റപ്പോൾ വിളിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അതൊക്കെ നമുക്ക് പ്രചോദനമാണ്. നമ്മുടെ പാർട്ടി നേതാക്കൾ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്നു, പാർട്ടിയുടെ PB അംഗം വിജയരാഘവൻ സഖാവ് സംസാരിക്കുന്നു. അങ്ങനെ ഒട്ടനവധിയായ ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടുന്നു. അതൊക്കെ നമുക്ക് പ്രചോദനമാണ്. അതായത് പൊതുവിൽ പാർട്ടിയാണ്, CM ഉൾപ്പെടെയുള്ള പാർട്ടിയാണ് നമുക്ക് പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊരു തരത്തിലുള്ള പ്രയാസവും സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ ഒഴിച്ച് അതിനപ്പുറത്തേക്ക് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ എന്നെ പ്രേരിപ്പിച്ചത് പാർട്ടി തന്നെയാണ്. എന്നുവെച്ചാൽ പലർക്കും പല നേതാക്കളും അങ്ങനെ തിരിച്ചു വന്നില്ല, ഒരു ചരിത്രമില്ല. ചിലപ്പോൾ വന്നവരുണ്ട്, അതൊക്കെ അപൂർവമായിട്ട് മാത്രമേ വന്നവരുള്ളൂ. മുൻ MLA-മാരായവർ പോലും അങ്ങനെ നടപടി സ്വീകരിച്ച് അങ്ങനെ വന്നവരൊക്കെ വളരെ അപൂർവമാണ്. അതുകൊണ്ട് ആളുകൾക്ക് എപ്പോഴും ഒരു സംശയം അതിൽ വല്ലാതെ പ്രകടമായിരുന്നു. നടപടികൾ പല സാഹചര്യത്തിലാണ്. സ്ഥലം, കുലം, മുഖം, ന്യായം എന്നതൊന്നുണ്ട്. നടപടി സ്വീകരിക്കുമ്പോഴുണ്ട്, അതിന് തിരിച്ചു കൊണ്ടുവരുമ്പോഴുമുണ്ട്. അത് പാർട്ടിക്ക് ബോധ്യമുള്ള കാര്യങ്ങളിൽ അത്ര നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും നമുക്ക് സമവൽക്കരിച്ച് വിശകലനം ചെയ്യാൻ കഴിയില്ല.
ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എപ്പോഴെങ്കിലും ഒരു MLA ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നു? ആഗ്രഹം എന്നതില്ല, ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ എന്നെ സംബന്ധിച്ച് പാർട്ടി ഇന്ന് വരെ ഏറ്റ ചുമതല, ഞാൻ സംഘടനാ രംഗത്താണല്ലോ കേന്ദ്രീകരിച്ചിരുന്നത്, വിമർശനം അറിയാമല്ലോ. ഞാൻ ബ്രാഞ്ച് സെക്രട്ടറിയായി, DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായി, താലൂക്ക് കമ്മിറ്റി അംഗമായി നിൽക്കുമ്പോഴാണ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആവുന്നത്. ബ്രാഞ്ച് സെക്രട്ടറിയായി, പിന്നീട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി, പിന്നീട് 10 വർഷക്കാലം പൊന്നാനി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി. അവിഭക്ത താലൂക്ക് കമ്മിറ്റിയിലെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു സഖാവ് കേശവേട്ടൻ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്. പിന്നീടാണ് AC 2 ആയത്. അപ്പോൾ സംഘടനാ രംഗത്ത് നിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ താല്പര്യവും തൃപ്തിയും. ആദ്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിനോട് വിട പറഞ്ഞ ആളാണ് ഞാൻ. എനിക്ക് സംഘടനാ രംഗത്ത് പോകാനായിരുന്നു താല്പര്യം, സമരമുഖത്ത് നിൽക്കാനാണ് താല്പര്യം, സഹായഹസ്തമാവാനാണ് താല്പര്യം, കാരുണ്യത്തിന് എന്താണ് നമുക്ക് സാധ്യമാകുക അത് ചെയ്യാനായിരുന്നു താല്പര്യം. അത് നല്ല രീതിയിൽ നിർവഹിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. ആ ബോധ്യമാണ് എൻ്റെ ശബ്ദവും. ഈ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആദ്യത്തെ ദിവസം ഒന്ന് ഇറങ്ങിയല്ലോ, പ്രചരണത്തിന് ഇറങ്ങിയല്ലോ, എങ്ങനെയുണ്ട് ആളുകൾ? ഒന്ന് ഇറങ്ങിയുള്ളൂ, നമ്മുടെ അങ്ങാടിയിൽ ഒന്ന് പോയി. നല്ല ആളുകൾക്ക് അതിലൊന്നും രാഷ്ട്രീയമില്ല ഇവിടെ ആണ് എനിക്ക് തോന്നുന്നത്. പൊതുവിൽ ആളുകൾ എന്താവുന്നുണ്ട്, മോനെ പറയണ്ട എന്നുള്ള അത് വലിയ വാക്കാണ്. ശരിക്കും സദ്യക്ക് നേരമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ സംഘടനാ രംഗത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാനുള്ള നേരമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഇലക്ഷൻ വർക്കിനും കൂടി ശരിക്കും നേരമുണ്ടോ? ഇലക്ഷൻ വർക്ക് എന്നത് ഞാൻ സാധാരണ ചെയ്യുന്നൊരു പ്രവർത്തനമാണല്ലോ. സ്ഥാനാർത്ഥിയായി ചെയ്യുമ്പോഴൊരു വ്യത്യാസം ഉണ്ടാവും. തിരഞ്ഞെടുപ്പ് വർക്ക് നമ്മൾ സാധാരണയാണല്ലോ, കണ്ണിലെണ്ണ ഒഴിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രവർത്തിപ്പിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുക കൂടി ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അത്ര ജാഗ്രത പാലിക്കേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യാത്തൊരു ജോലിയൊന്നുമല്ല. പല പാർട്ടി പ്രവർത്തകരോടും ചോദിച്ചപ്പോൾ പറയണത് എന്താ വെച്ചാൽ, സിദ്ദിഖ് ജയിക്കുകയല്ല, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ. എത്ര വൻ ഭൂരിപക്ഷം തീരുമാനിച്ചാലും ആകെ ഇവിടെ 1,000 വോട്ടാണുള്ളത്. ആ വോട്ടിനകത്ത ഭൂരിപക്ഷമാണല്ലോ. അപ്പോൾ ഭൂരിപക്ഷം ഉണ്ടാവും തന്നെയാണ്, നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. ഈ നാട് ചേർന്ന് നിൽക്കും, അതിൽ രാഷ്ട്രീയത്തിന് അതീതമായ ചേർന്ന് നിൽക്കലുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അണികൾക്കൊക്കെ ഭയങ്കര ആവേശമായി അല്ലേ അത്? അണികളും പിന്നെ നാട്ടുകാരും പൊതുവിൽ ഇപ്പോൾ ഇവിടെ കാണാൻ വരുന്ന ആളുകളൊക്കെ, അല്ലെങ്കിൽ ഇതറിഞ്ഞപ്പോൾ വിളിക്കുന്ന ആളുകളും ബന്ധപ്പെടുന്ന ആളുകളൊക്കെ മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയക്കാർ മാത്രമല്ലല്ലോ. പാർട്ടി സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എന്ത് സന്ദേശമാവും മുന്നോട്ട് വയ്ക്കണം? പൊതുവിൽ പിന്നെ നയിക്കപ്പെടുന്നത് ബ്ലോക്ക് പഞ്ചായത്താണല്ലോ. ഇപ്പോൾ മണ്ഡലത്തിൽ 5 പഞ്ചായത്തുകളുണ്ട്. അപ്പോൾ ശരിക്കും പൊതുരംഗത്ത് നിൽക്കാൻ കഴിയുന്ന ഒരാൾ എന്നത് പാർട്ടി അംഗീകരിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ജനവിധി തേടാൻ നിയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാൻഡിഡേറ്റായി അവതരിപ്പിക്കുക എന്നുള്ളത് അത് പൊതുവിൽ പാർട്ടിയിലാകെ ഗുണം ചെയ്യും, പഞ്ചായത്തിനും ഗുണം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ബ്ലോക്ക് പഞ്ചായത്ത് അതെനിക്ക് പറയാൻ കഴിയില്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണല്ലോ. പാർട്ടി തീരുമാനിക്കേണ്ട ഒരു ഇത്. 14 മണ്ഡലത്തിനകത്ത് ഡിവിഷനകത്ത് ആളുകൾ മത്സരിക്കുന്നുണ്ട്. അതിലാർക്കും പ്രസിഡന്റ് ആവാം. ഈ മത്സരിക്കുന്ന ആളുകൾക്ക് യോഗ്യരാണ്, ഈ 14ലും യോഗ്യരാണ്. പാർട്ടി തീരുമാനിക്കും ആരാണ്, ആ പാർലമെൻ്ററി പാർട്ടിയും തീരുമാനിക്കും ആരാണ് പ്രസിഡന്റ്. എങ്ങനെയുണ്ട് വെളിയങ്കോട് പഞ്ചായത്തിനെ കുറിച്ചുള്ള വിലയിരുത്തൽ? വെളിയങ്കോട് പഞ്ചായത്ത് ഒരു 16 വർഷക്കാലമായി ഭരണ സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് പിന്നെ നിരീക്ഷിച്ച് നോക്കുക. ഇപ്പോൾ മാറഞ്ചേരി പഞ്ചായത്തുണ്ട്, പെരുമ്പടപ്പ് പഞ്ചായത്തുണ്ട്, വെളിയങ്കോട് പഞ്ചായത്ത്, പൊന്നാനി മുനിസിപ്പാലിറ്റി. ഇതിനകത്തൊക്കെ നടന്ന പ്രവർത്തനങ്ങളും അതിന് കിട്ടിയ അംഗീകാരങ്ങളും നോക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അംഗീകാരം നേടാൻ നമുക്ക് ഈ പഞ്ചായത്തിന് ഈ കാലയളവിനുള്ളിൽ സാധിച്ചിട്ടില്ല. ഇടതുപക്ഷ കാലത്ത് കൊണ്ടുവന്ന ചില പദ്ധതികൾ അല്ലാതെ എടുത്തു കാണിക്കാനൊരു പദ്ധതി ഈ പഞ്ചായത്തിലില്ല. നശീകരണം എന്ന രീതിയിലേക്ക് പ്ലാൻ ഫണ്ടിനെ വിനിയോഗിക്കുന്ന രീതിയാണ് ഇവിടെ ഈ പഞ്ചായത്തിനകത്തുള്ളത്. ഓൺ ഫണ്ടിൽ പിന്നെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തനതായ പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ കണ്ടു നിങ്ങൾ എടുത്തോളൂ. മാറഞ്ചേരിയും പെരുമ്പടപ്പും അതുപോലെ തന്നെ പഞ്ചായത്തുകൾ എടുക്കുക, അവിടെ നടന്ന പ്രവർത്തനങ്ങൾ എടുക്കുക, അതിൻ്റെ പ്ലാൻ ഫണ്ടിൻ്റെ വിനിയോഗം നടക്കുക, ഓൺ ഫണ്ടിൻ്റെ വിനിയോഗം നടക്കുക. ഒരു തരത്തിലുള്ള പ്രതിബദ്ധതയും ജനങ്ങളോടില്ലാതെ കുറിക്കമ്പനി പോലെ നടത്തിയിരുന്നൊരു പഞ്ചായത്താണ് ഈ വെളിയങ്കോട് പഞ്ചായത്ത്. അപ്പോൾ അതിനെതിരായി നല്ല തോതിൽ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിലൊക്കെ ഇപ്പോൾ മറ്റേ തെരഞ്ഞെടുപ്പിൽ ആദ്യ തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമാണ് ജയിച്ചത്. 9 സീറ്റിൽ ഇടതുപക്ഷവും 8 സീറ്റിൽ UDFുമാണ്. 9 സീറ്റിൽ LDF ജയിച്ചു എന്ന് പറഞ്ഞ ജനങ്ങൾ അന്ന് തന്നെ ഇതിൻ്റെ പ്രതികരണം തുടങ്ങി എന്നാണ് അർത്ഥം.
8 സീറ്റിൽ UDF ജയിച്ചു. യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്രയായി മത്സരിച്ച മെമ്പർ അവരോട് ചേർന്ന് നിന്നു. അപ്പോൾ ഭാഗ്യപരീക്ഷണം നറുക്കെടുപ്പിലൂടെ ആണ് ഈ പഞ്ചായത്ത് നിലനിർത്തിപ്പോയത്. അതിൻ്റെ അപകടകരമായ എല്ലാ അനുഭവവും ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ സാധ്യതയെ ഇടതുപക്ഷം ഉപയോഗപ്പെടുത്തും. ഒറ്റക്കെട്ടായി ഈ പഞ്ചായത്ത് ഇടതുപക്ഷം ഈ പ്രാവശ്യം തിരിച്ചു പിടിക്കും, അതിലൊന്നും തർക്കമില്ല.